അതുകൊണ്ട് എന്നെ തീരെ കാണാത്ത എന്താ ഈ വനിതയുടെ ഒന്നും ഈ കവർപ്പിക്കാവാനുള്ള ആ ഒരു പരിപാടിയിലോട്ട് ഞാൻ എത്തിയിട്ടില്ലേ, ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. പക്ഷെ ആ സമയത്ത് അപ്പുറത്ത് നമ്മുടെ ഒരു സ്റ്റേറ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് എന്നെ രണ്ട് സൈഡിൽ നിന്ന് പിടിക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്കറിയില്ല നമ്മുടെ ലക്ക് എവിടെ നിൽക്കുന്നത്, നമ്മുടെ ഏരിയ എവിടെ നിൽക്കുന്നത് എന്നറിയില്ല. നമ്മൾ നമ്മുടെ നാട് നമ്മുടെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷനും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് നമ്മളെ വേണ്ടെങ്കിൽ എന്താ ചെയ്യാ? അല്ലെ, നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദി ഡേ സർവൈവ് ചെയ്യണ്ടേ? അല്ലേ, നമുക്ക് EMI അടയ്ക്കണം, റെന്റ് അടയ്ക്കണം, സ്വിഗ്ഗിക്ക് പോലും പൈസ കൊടുക്കണം. അല്ലേ, ഈ സർവൈവൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ ഷോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് സാലറി ബേസിസിലാണ്. അല്ലേ, ഇപ്പൊ ഇവർ പറയുന്നുണ്ട് ഈ കുട്ടി എന്താ ഈ ഇവിടെ പോയിട്ട് എന്താ കാണിക്കുന്നത്? എടോ, ഇതെന്റെ ജോലിയാണോ? സിമ്പിൾ. അവിടെ ഇപ്പൊ ഞാനിപ്പോ ഈ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ തന്നെ ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്ന ഡയറക്ടർക്ക് ടെൻഷൻ വന്ന് ചോദിക്കും സോ എന്ത് പറ്റും, ഓക്കെ അല്ലേന്ന്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി girl. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും വിഷം മിണ്ടായിരിക്കാൻ പാടില്ലടോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ ഗോലക്കി ഹാപ്പി പേഴ്സൺ ആണ്, അങ്ങനെയാണ് എന്നെ അറിയുന്നത്. അപ്പം ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ അലോഡല്ല. ഇപ്പം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ഇത് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇതിനാണ് എനിക്ക് ശമ്പളം തരുന്നത്.